ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ധന്വന്തരി മൂർത്തിയെക്കുറിച്ചാണ്. വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമായ ധന്വന്തരി മൂർത്തി പാലാഴി മദന സമയത്ത് അമൃതകുംഭവുമായി ഉയർന്നു വന്ന ദേവനാണ്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനും രോഗദുരിതങ്ങളൊന്നും വരാതിരിക്കാനും ധന്വന്തരി മൂർത്തിയെ ദിവസവും ആരാധിക്കാവുന്നതാണ്. ധന്വന്തരി മൂർത്തിയുടെ സ്തോത്രങ്ങളും സ്തുതികളും ചൊല്ലാവുന്നതുമാണ്. കാർത്തിക മാസത്തിലെ കർത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയിലാണ് ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായി ഉയർന്നു വന്നത്. അന്നേ ദിവസമാണ് ധന്വന്തരി ജയന്തിയായി ആഘോഷിക്കുന്നതും. നമുക്കേവർക്കും ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രവൃത്തികളും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ചെയ്യാൻ സാധ്യമാവുള്ളൂ. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യമുള്ള ഒരു ശരീരമാണ് വേണ്ടത്. രോഗങ്ങൾ മാറുവാൻ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈശ്വരഭജനവും വേണം. ഈശ്വരനെ ഭജിച്ചാൽ മാത്രം എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും മാറുമോ? പല ആൾക്കാരെയും ചോദ്യവും സംശയവുമാണിത്. അതിനാൽ രോഗദുരിതങ്ങൾ വരാതിരിക്കാനും രോഗങ്ങൾ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുവാനും ധന്വന്തരി മൂർത്തിയുടെ ഈ 4 വരി ശ്ലോകം, അതായത് മന്ത്രം നിത്യവും ചൊല്ലാം. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ധന്വന്തരി മൂർത്തിയുടെ ധ്യാനം. ഓം നമാമി ധന്വന്തരിയാദിദേവം സുരാസുരവന്ദിതം പാദപദ്മം ലോകേ ജരാരുഗ്ഭയമൃത്യുനാശകം താതാരം ഈശം വിവിധൌഷധീനാം.